ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കൃഷിയാകട്ടെ, ഉടമ്പടിയാകട്ടെ, വ്യവസായമാകട്ടെ, യുദ്ധമാകട്ടെ, സമാധാനമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, ഗവേഷണമാകട്ടെ, ഇന്ത്യൻ നയങ്ങൾ ഇന്ത്യ പറയണം. അത് പറയാൻ ഇന്ത്യക്ക് പ്രധാനമന്ത്രിയുണ്ട്. നാം എന്താ കണ്ടത് മിനിഞ്ഞാന്ന്? ഇന്ത്യൻ ജീവിതങ്ങളെല്ലാം ബാധിക്കുന്ന മൗലിക പ്രശ്നമാണ് ഇപ്പോൾ ഇൻഡോ അമേരിക്കൻ കരാറിൽ നാം വായിച്ചത്. ഇന്ത്യൻ കാർഷിക മേഖലയെ തകർക്കാൻ പോവുകയാണ് അവർ. നിർബാധം അമേരിക്കൻ ഉൽപ്പന്നങ്ങളെല്ലാം വന്ന് ചാടും ഇവിടെ. ഇപ്പോൾ നമ്മുടെ കാർഷിക മേഖല, ക്ഷീരോത്പാദന മേഖല, ഗവേഷണ മേഖല, ശാസ്ത്ര മേഖല, ശൂന്യാകാശ പര്യവേഷണം തുടങ്ങിയ എല്ലാ രംഗത്തും അമേരിക്കയുടെ വരവിന് വേണ്ടി സമ്മതം മൂടിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഗവൺമെന്റ് എന്ന് നമ്മോട് പറഞ്ഞത് മോദിയല്ല. അതും ഗതികേടാണ്. ഇതെല്ലാം നാമും ലോകവും പറഞ്ഞത് എങ്ങനെയാണ്? അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്വീറ്റ് ചെയ്തു, എക്സിൽ എഴുതി ചുങ്കത്തിൽ വ്യത്യാസം വരുത്തിയിരിക്കുന്നു. ഇന്ത്യ മേലിൽ റഷ്യയുടെ എണ്ണ വാങ്ങാൻ പോകുന്നില്ല, എണ്ണ ഞങ്ങൾ കൊടുക്കുമെന്ന് പറയുന്നു. ആ എണ്ണ മേടിക്കും, ഈ എണ്ണ മേടിക്കുമെന്ന് ഇന്ത്യക്ക് വേണ്ടി ആര് പറയുന്നു? മോദിയല്ല, ട്രംപ് പറയുന്നു. നാണമുണ്ടോ മിസ്റ്റർ മോദി? നിങ്ങൾക്ക് നാണമുണ്ടോ? പറയുകയാണ് 56 ഇഞ്ച് നഞ്ചളവുണ്ട് അത്രേ. 56 ഇഞ്ച് നഞ്ചളവ്, നീളമുള്ള നാക്ക്. എന്തിനു വേണ്ടിയാണത്? ട്രംപിനെ പോലെ ഒരാൾ, ആഗോള മന്ത്രിപത്രത്തിന്റെ രക്ഷകർത്താവായ ഒരാൾ, എന്ത് പേക്കൂത്തും കാണിക്കുന്ന ഒരാൾ, പിച്ചും പേയും പറയുമ്പോൾ രാഷ്ട്രീയം പറയുന്ന ഒരാൾ, ആൾ ഇന്ത്യയുടെ സ്വകാര്യതയെ, പരമാധികാരത്തെ വെല്ലുവിളിക്കുമ്പോൾ നിർത്തുമെന്ന് പറയാൻ നാക്ക് പകിയില്ലെങ്കിൽ ആ നാക്കെന്തിനാണ്? ആ നാക്ക് നീളമുള്ള നാക്കാകുന്നതിന് വേണ്ടിയാണ്. അത് പറയാനുള്ള നട്ടലില്ലെങ്കിൽ എന്തിനാണ് നെഞ്ചിളം എത്രയും? അടിമയെ പോലെ റാൻ മൂടുന്നു, അടിമയെ പോലെ. നമ്മുടെ പോരാട്ടം ഇതിനു വേണ്ടിയായിരുന്നില്ല. ആ പോരാട്ടങ്ങളെ പറ്റി BJPക്ക് അറിയില്ല. എല്ലാ വിഭാഗം ജനങ്ങളും പിടപെട്ടിയപ്പോൾ BJP എന്ത് ചെയ്യായിരുന്നു? BJP അത് കാൽ നക്കാൻ പോയവരാണ്. ബ്രിട്ടീഷ് കോളനിയൽ മേധാവികളുടെ കാൽ നക്കാൻ പോയി അന്ന് ബ്രിട്ടീഷ് അല്ല, അന്ന് BJPക്കാർ. ആ കാലത്ത് അവരിപ്പോൾ പറയുന്നൊരു പേരുണ്ട്, വലിയ പോരാളി, സ്വതന്ത്ര പോരാളിയാണ് അത്രേ. സവർക്കർ എന്നാണ് പേര്. ആ സവർക്കറെ പറ്റി പറയുമ്പോൾ എല്ലാം പറയണം BJPക്കാർ, എല്ലാം പറയണം. അവർ ഭാഗികമായിട്ടേ പറയുന്നുള്ളൂ. ജയിലിൽ പോയിട്ടുണ്ട്, ശരിയാണ്. ആൻഡമാനിലായിരുന്നു, അത് ശരിയാണ്. തടവിൽ കിടന്ന ആളാണ്, അത് ശരിയാണ്. പക്ഷേ പിന്നെ ശരിയുണ്ട്. ആ ശരിയതാ? ആ തടവിൽ കിടന്നുകൊണ്ട് ഈ സവർക്കർ മാറി 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 മാപ്പപേക്ഷ എഴുതി. 1 അല്ല 2 അല്ല 3 അല്ല 4 വട്ടം എഴുതി മാപ്പപേക്ഷകൾ. അത് വായിച്ചാൽ നമുക്ക് നാണം തോന്നിപ്പോകും. ഒന്നിൽ പറയുകയാണ്, നീണ്ട കത്താണത്. കത്തെഴുതിയത് രാജ്ഞിക്കാണ്, ബ്രിട്ടീഷ് രാജ്ഞിക്ക്. സവർക്കർ പറയുകയാണ്, RSSന്റെ നേതാവ്, ഐഡിയോളഗ്, താത്വിക നേതാവ് മാത്രമല്ല, വഴികാട്ടി, വീരപോരാളി. ചിരിച്ചത് പറയാത്ത വേണ്ടിയാണ്. കാരണം എനിക്ക് മനസ്സിലായി. കത്തിലെ പാചകം ഇതാണ്. അതുകൊണ്ട് തിരുവുള്ളത്തിന് അലിവുണ്ടായി വഴിതെറ്റിപ്പോയ ഈ പുത്രനോട് ദയ തോന്നി, എനിക്ക് മാപ്പ് തന്നാൽ, എന്നെ വിട്ടയച്ചാൽ ശിഷ്ട ജീവിതകാലം മുഴുവനും ഞാൻ ബ്രിട്ടീഷ് സിംഹാസനത്തിന്റെ താല്പര്യങ്ങളെ സേവിച്ചു കൊള്ളാമെന്ന് ഉറപ്പു തരുന്നു. എൻ്റെ കൂടെയുള്ള എല്ലാവരെ കൊണ്ടും ഞാൻ ചെയ്യിപ്പിക്കാമെന്നും വാക്ക് പറയുന്നു. ഇതാണ് RSS. ഇതാണ് BJPയുടെ പങ്ക്. ആ BJP രാജ്യമാകെ നാടിന് വേണ്ടി പോരാടിയപ്പോൾ ഒരു കാണിയെപ്പോലെ പോലും അത് എത്തിനോക്കിയ ആളല്ല, പാർട്ടിയല്ല അത്. അവരിപ്പോൾ നമ്മളെല്ലാം ദേശസ്നേഹം പഠിപ്പിക്കും അത്രേ. ആ BJPയും കോൺഗ്രസുമാണ് കൈകോർത്ത് പിടിക്കുന്നത്. അതുകൊണ്ടാണ് ട്രംപിന് മുമ്പിൽ ഓച്ചാനിക്കാനും കാൽ നക്കാൻ പോകാനും മോദിക്ക് മടിയില്ലാത്തത്. അതേപ്പറ്റി മിണ്ടാൻ നാക്കുണ്ടോ ഇവിടുത്തെ കോൺഗ്രസുകാർക്ക്? അത് പറയാമായിരുന്നു മിനിഞ്ഞാന്നും ഇന്നലെയും ഇന്നുമൊക്കെ അസംബ്ലിയിലകത്ത് ചർച്ചാവേളയിൽ.
ചന്ദ്രൻ കാണിച്ച ഉപകണ്ഠക്കെതിരെ ഒരു പ്രമേയം വന്നു. അവിടെ എല്ലാ കേരളീയരും ഒന്നായി പിന്താങ്ങേണ്ട പ്രമേയമാണത്. രാഷ്ട്രീയം, പക്ഷം, പ്രതിപക്ഷം ഒന്നും ബാധകമല്ലായിരുന്നു. അത് ഒരു അവസരമാണ് ഇതെല്ലാം പറയാൻ. അപ്പോൾ ഇതും പറയാം. മോദിയുടെ മുമ്പിൽ ചോദ്യം ഉന്നയിക്കാമായിരുന്നു. ട്രംപിനെ കണ്ടാൽ മുട്ടുകൊട്ടി ഇടിക്കുമോ എന്ന്, ട്രംപ് കൽപ്പിച്ചാൽ ഒപ്പിടുമോ എന്ന് ചോദിക്കാമായിരുന്നു. ഇന്ത്യൻ കാര്യം പറയേണ്ടത് ട്രംപാണോ, അത് പറയേണ്ടത് ട്വിറ്ററിലാണോ, എക്സിലാണോ ഒക്കെ ചോദിക്കാമായിരുന്നു. പക്ഷേ കോൺഗ്രസ് അവിടെയൊന്നും നിന്നില്ല. ചോദിക്കാൻ അവർക്ക് പേടിയാണ്. അതുകൊണ്ട് അവർ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോക്കിനെ കോൺഗ്രസ് പ്രതിപക്ഷം ഒരു കലയാക്കി മാറ്റി. കേരളത്തിൽ ഡെമോക്രസിയിൽ ഇറങ്ങിപ്പോക്കെല്ലാം ഇറങ്ങിപ്പോകാം. പക്ഷെ എന്തിനാണ് അന്ന് ഇറങ്ങിപ്പോയത്? ആ പ്രമേയത്തിൽ ചർച്ച പൂർത്തിയാക്കി പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ പോകാമായിരുന്നില്ലേ? അല്ലെങ്കിൽ നേരത്തെ പോയിട്ട് തിരിച്ചും വരാം, അതും ചെയ്യാം. പാർലമെന്ററി മര്യാദയ്ക്ക് അതും ചെയ്യാം, ഇറങ്ങിപ്പോകാം, തിരിച്ചും വരാം. ഇത് പറയാൻ വേണ്ടിയെങ്കിലും എന്തേ കോൺഗ്രസ് വന്നില്ല? കേരളത്തോട് BJP ഗവൺമെന്റ് കാണിച്ച വഞ്ചനയെ പറ്റി പറയാൻ എന്തേ ഉപയോഗപ്പെടുത്തിയില്ല ആ വേദി? ട്രംപിന്റെ വഞ്ചനയെ പറ്റി പറയാൻ എന്തുകൊണ്ട് ആ വേദി ഉപയോഗപ്പെടുത്തിയില്ല? എന്തിനാണ് കോൺഗ്രസ് ഇങ്ങനെ BJPയുടെ ദാസ്യപ്പെടുക്കാൻ വേണ്ടിയുള്ള പാർട്ടിയായി മാറിയത്? അതെല്ലാം നമുക്ക് വേഗം മനസ്സിലാകും. BJPയും കോൺഗ്രസും ഒന്നിച്ചു വന്ന് നമ്മൾ ചെറുക്കാൻ നിൽക്കുമ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വേണം ഇടതുപക്ഷത്തിലെ സഖാക്കളും പ്രവർത്തകന്മാരും മുന്നോട്ട് പോകണമെന്ന് പറയാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. സഖാക്കളെ, വിജയം കാണുന്നത് വരെയും ലക്ഷ്യം നേടുന്നത് വരെയും മൂന്നാം ഊഴത്തിന്റെ ആ പുനരിമുറക്കം വരെയും നമ്മൾ ആരും വിശ്രമിക്കില്ല എന്ന കാര്യം പട്ടാംഗമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സഖാക്കളെ, മുന്നോട്ട്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.